ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ഗ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപ്പച്ചൻ. അപ്പോൾ ഈ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ സംഭാവന ചെയ്യുന്നതിൽ മരങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട്. അത് നിങ്ങൾക്കറിയാം. സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ പുറന്തള്ളപ്പെടുന്നതാണ് ഓക്സിജൻ. അപ്പോൾ അത് അന്തരീക്ഷത്തിലുണ്ട്. 20.9% അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വനനശീകരണമുണ്ട്. വനങ്ങൾ ആളുകൾ കയ്യേറുന്നുണ്ട്. അതുകൂടാതെ തന്നെ കാട്ടുതീയൊക്കെ കയറി ഏക്കർ കണക്കിന് ആയിരക്കണക്കിന് ഏക്കറുകളിൽ വനങ്ങൾ നശിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരികയല്ലേ എന്നുള്ള വിഷയമാണ്. നമുക്കതിലേക്ക് വരാം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ഭൗമ അന്തരീക്ഷത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് മരങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതിൽ ഒരു മുഖ്യ പങ്ക് വനങ്ങൾക്കുണ്ട്. ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ മരങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്നത്. എന്നാൽ ഓക്സിജൻ്റെ ഈ പുറന്തള്ളൽ ഈ മരങ്ങൾ മാത്രമുള്ളൂ, അല്ലെങ്കിൽ കരയിൽ ഉള്ള വൃക്ഷങ്ങളിലൂടെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? അല്ല. നമുക്ക് കാണാൻ കഴിയുന്നത് വെള്ളത്തിലുണ്ട്. ഞാൻ വെള്ളത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് കടലിലാണ്. കടലിലെങ്ങനെയാണ് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതെന്നല്ലേ? കടലിൽ സൂക്ഷ്മമായിട്ടുള്ള പായലുകളുണ്ട്, പച്ചപ്പായലുകൾ. കടലിൻ്റെ കളർ തന്നെ ഒരു പച്ച കളറാണ്. ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറയുന്ന സൂക്ഷ്മമായിട്ടുള്ള സസ്യങ്ങൾ കടലിലുള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് പ്രക്രിയ വനങ്ങളിൽ മാത്രമല്ല വെള്ളത്തിലും നടക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളത്തിലൂടെ അതായത് കടലിൽ ഉള്ള ഫൈറ്റോപ്ലാങ്ക്ടൺ, അപ്പോൾ അത് നമുക്ക് മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ 50 മുതൽ 70% വരെ ഓക്സിജൻ നമുക്ക് തരുന്ന കടലിൽ നിന്നാണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് നശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഫോറസ്റ്റ് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തടാകങ്ങൾ, കുളങ്ങൾ, ഇവിടെയെല്ലാം ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞ ചെറിയ സൂക്ഷ്മ സസ്യങ്ങൾ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നുണ്ട്. പിന്നീട് അതുകൂടാതെ തന്നെ ചില രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ റിലീസാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു കുറവ് വാസ്തവത്തിൽ അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരുടെ കണക്കനുസരിച്ച് ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിലുള്ള ആ ഓക്സിജൻ്റെ ഒരു പരിവൃത്തി ഇങ്ങനെ കുഴപ്പമില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അതൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മനുഷ്യർക്ക് കഴിയാനുള്ളതുണ്ട് എന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് വനം നശീകരിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ ഒരളവിന് ഒരു കുറവ് വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഗതി. പിന്നെ ഓക്സിജൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കറിയാം. കാരണം കോവിഡ് കാലത്ത് കൃത്രിമമായിട്ട് ഓക്സിജൻ ഒത്തിരി ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഡെഫിഷ്യൻസി വന്ന് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അസാധ്യമാകുന്ന ഒരു സംഗതിയിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ വരികയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി. അതാണ് അടുത്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് അന്തരീക്ഷ എയറാണ്. അപ്പോൾ അതിൽ ഓക്സിജനുണ്ട്, നൈട്രജനുണ്ട്, ആർഗോനുണ്ട്, ഒത്തിരി ഗ്യാസുകളും മറ്റു സംഗതികളുണ്ട്, വാട്ടർ വേപ്പർ എല്ലാം ഉണ്ട്. എന്നാൽ നമ്മൾ ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ അതിലെന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം വാതകങ്ങളാണ് അതിനകത്തുള്ളത്. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കൂടാതെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സംഗതികൾ അന്തരീക്ഷ വായുവിൽ ഉള്ളത് കൂടാതെ നമ്മൾ പുറന്തള്ളപ്പെടുമ്പോൾ ഉച്ഛ്വസിക്കുമ്പോൾ എന്തെല്ലാം അഡീഷണലായിട്ട് വരുന്നുണ്ട്. ഈ വിവരങ്ങളെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.